അപ്പൊ നമ്മൾ ഈ എപ്പിസോഡിൽ 1960-ലെയും 65-ലെയും പിന്നീട് 67-ലെ ഇലക്ഷൻ്റെയും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മിസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു ഫില്ലർ എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ 1960 തുടങ്ങാം. അപ്പോൾ 1960-ലെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ കൂടെ നിന്ന 3 പാർട്ടികൾ ഏതെന്ന് പെട്ടെന്ന് പറയും. 1960 കേരള കോൺഗ്രസ്. തെറ്റാണ്. കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്നത് 1960 ആണ്. കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ PSP, പിന്നെ മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ 3 പാർട്ടികളെയും എതിർചേരികളായ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിരുന്നത് മുക്കൂട്ട് മുന്നണി എന്നാണ്. അതായത് ഒരു തല്ലിക്കൂട്ടിയ മുന്നണി എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിഭജനത്തിന് കാരണമായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് പൊതുവെ ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് നന്നാണെന്ന് തോന്നുന്നില്ല. കാരണം ദേശീയ തലത്തിൽ അത് അവർക്ക് ദോഷം ചെയ്യും. കാരണം ഇന്നിപ്പോൾ നമ്മൾ BJPയുടെ ഒരു കേസ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവർ ക്രിസ്ത്യൻസിനെ അന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അവർ ക്രിസ്ത്യൻസ് കൺവേർഷനിൽ പങ്കെടുക്കുന്നു, മനസ്സിലായോ, മതപരിവർത്തനത്തിൽ പങ്കെടുക്കുന്നു, ക്രിസ്ത്യാനികൾ മതപരിവർത്തനത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ അവരത് അതവരുടെ പ്രചാരണത്തിന് ആയുധമാക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ അതേ സാഹചര്യമാണ് ഇവിടെ. മുസ്ലിം ലീഗ് ഇന്ത്യ ഒട്ടാകെ വിഭജനത്തിന് കാരണമായതുകൊണ്ട് ഈ കേരളത്തിൽ ഇവരുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം നല്ലതല്ല എന്ന് ദേശീയ ലീഗിനുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ വിഭജനം കഴിഞ്ഞതോടെ തന്നെ മുസ്ലിം ലീഗ് പലയിടത്തും രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള മുസ്ലിം ലീഗിനെ പിരിച്ചുവിട്ടിരുന്നു. പക്ഷെ മലബാറിൽ ഉള്ള മുസ്ലിം ലീഗ്, മലബാർ, മദ്രാസ് ഈ ഭാഗങ്ങളിലുള്ള മുസ്ലിം ലീഗുകൾ പേരൊന്ന് മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മാറ്റിയിരുന്നു. അങ്ങനെ അവർക്ക് ഇവിടെ ഒക്കെ സ്വാധീനവുമുണ്ട്. മലബാർ ഏരിയകളിൽ അന്നേ സ്വാധീനമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ IUM, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, PSP, കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഈ മുക്കൂട്ട് മുന്നണി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന ഒരു മുന്നണി 1960 മത്സരിക്കുന്നത്. ആ PSP എന്ന് പറഞ്ഞാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അതിൽ തന്നെ പ്രജാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചേർന്നുണ്ടായതാണ് ഈ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ പാർട്ടി പട്ടം താണ് പിള്ളേടത്, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടിയുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് ഈ PSP എന്നും പറഞ്ഞ് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഒരു മുന്നണി ആണ് മത്സരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രചാരണത്തിന്റെ സമയത്ത് ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ മുക്കൂട്ട് മുന്നണി എന്ന് വിളിച്ചിരുന്നു. അതിനെതിരെ അവര് വിവിധ തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മുക്കൂട്ടില്ല മുന്നണിയിലെ മാളോര്. പിന്നെ ഒരെണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൊടിക്കമ്പിൽ എങ്ങനെ വന്നു 3 കൊടി. ഈ 3 പാർട്ടികളുടെ കൊടി എങ്ങനെ കോൺഗ്രസ് കൊടിക്കമ്പിൽ വന്നു. മൂന്നാമത്തേത് 3 വിപരീതം, അയ്യോ നിങ്ങളുടെ ഗതികേട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന 3 മുദ്രാവാക്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ 1960 ഉള്ള ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പർ കൊണ്ടുവരുന്ന ഇലക്ഷനായിരുന്നു. ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത് എൻ്റെ മുഖം കണ്ടാൽ അറിയാം. ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരടിച്ചിട്ട് കഴിഞ്ഞ വട്ടം വരെ ഓരോ സ്ഥാനാർത്ഥിക്കും വേറെ വേറെ ബോക്സുകൾ. അപ്പൊ അതെന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് 1960 മുമ്പെന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിക്കും ഓരോ ബോക്സ്, അതിന് വ്യത്യസ്ത കളർ. ഈ ബോക്സില് ആ പാർട്ടിയുടെ സിമ്പിൾ ഉണ്ടാവും. അപ്പൊ ആളുകളെ പറഞ്ഞു വെക്കുന്നത് അരിവാൾ പെട്ടിയിൽ കുത്തണേ എന്ന് വെച്ചാൽ അരിവാൾ ചുറ്റിക, മനസ്സിലായോ? അരിവാൾ പെട്ടിയുടെ അരിവാൾ ചുറ്റിക ഇത് വെച്ചിട്ടുണ്ട്, ബോക്സിൽ പതിച്ചിട്ടുണ്ട്. ആ ബോക്സിലോട്ട് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇത് കൊണ്ടിടുക, നിങ്ങളുടെ ചോയ്സ് അല്ല, നിങ്ങളുടെ സ്ലിപ്പ് കൊണ്ടിടുക. അപ്പോൾ അത് അരിവാൾ ചുറ്റിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ പലതരം പെട്ടികളുണ്ടായിരുന്നു. അരിവാൾ പെട്ടി ഉണ്ടായിരുന്നു, കാളപ്പെട്ടി ഉണ്ടായിരുന്നു. ഏതാണ് കാളപ്പെട്ടി? കോൺഗ്രസിന്റെ സിമ്പിൾ എന്തായിരുന്നു? 2 കാളകൾ, ഒരു നുകവുമായിരുന്നു. പിന്നീട് ഒരു കാലഘട്ടത്തിൽ 1977 സമയം ആയപ്പോൾ കോൺഗ്രസിന്റെ സിമ്പിൾ വീണ്ടും മാറി.
പശുവും കിടാവും എന്നുള്ള ഒരു സിമ്പിളായി. ഓക്കെ. പശുവും കിടാവും 1970. പിന്നീടാണ് കൈപ്പത്തിയിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് കാളപ്പെട്ടി വോട്ട് ചെയ്യാൻ പറയും. പിന്നെ നമ്മുടെ PSPക്കാർ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കുള്ളത് കുടിലായിരുന്നു, കുടിൽപ്പെട്ടി. പിന്നെ യൂണിയൻ മുസ്ലിംസിന് എന്താണ് കോണിപ്പെട്ടി, മുസ്ലിം ലീഗിന് കോണിപ്പെട്ടി. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവര് അന്നത്തെ കാലത്ത് വോട്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ 1957 റോസമ്മ പുന്നൂസ് മത്സരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പുകളിലെ എന്തെങ്കിലും അപാകതകൾ വന്നാൽ കോടതി വിധി വരാറുണ്ട്. അതിന്റെ കോടതി കേസായി കോടതി വിധി വരാം. അങ്ങനെ കോടതി വിധിയിലൂടെ ആദ്യമായി MLA സ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? കോടതി വിധിയിലൂടെ ആദ്യമായി MLA സ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തി അറിയില്ല. റോസമ്മ പുന്നൂസ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞാണ് മനസ്സിലായി. കോടതി വിധിയിലൂടെ ആദ്യമായി MLA സ്ഥാനം നഷ്ടപ്പെട്ടത് റോസമ്മ പുന്നൂസ് ആണ്. അപ്പൊ ആദ്യ തെരഞ്ഞെടുപ്പില് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമായിരുന്നു ദേവികുളം. അവിടുത്തെ CPI സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ചിട്ടില്ല. CPI സ്ഥാനാർത്ഥിയായിരുന്നു റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസിന്റെ സഹോദരി അക്കമ്മ ചെറിയാനാണെന്നും അവർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അംഗമായിട്ട് അന്നത്തെ തിരുവിതാംകൂർ നിയമസഭയിൽ വന്ന വ്യക്തിയാണെന്നും ഒക്കെ ഓർത്തോണം. അക്കമ്മ ചെറിയാൻ പിന്നീട് കെട്ടിയത് ഒരു വർക്കിയായിരുന്നു. അപ്പൊ അക്കമ്മ വർക്കി എന്നൊരു പേരായി പിന്നീട്. അക്കമ്മ ചെറിയാൻ തന്നെ കല്യാണത്തിന് മുമ്പ് അക്കമ്മ ചെറിയാൻ കല്യാണം കഴിച്ചത് ഒരു വർക്കി, അങ്ങനെ അക്കമ്മ വർക്കിയായി. ഇതൊക്കെ ക്വസ്റ്റിന് വരുമ്പോൾ മാറ്റി ചോദിക്കുക, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അക്കമ്മ ഇപ്പൊ റോസമ്മ പുന്നൂസ്, PT പുന്നൂസ്, കമ്മ്യൂണിസ്റ്റ് നേതാവായ PT പുന്നൂസിനെ കിട്ടിച്ച് റോസമ്മ പുന്നൂസായി. അത് കഴിഞ്ഞ് അപ്പം റോസമ്മ പുന്നൂസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ BK നായർക്കായിരുന്നു പുള്ളിക്കാരുടെ എതിരാളി. BK നായർ പുള്ളിയുടെ പത്രിക തള്ളിയതിനാൽ കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? എപ്പോഴും നമ്മളൊരു പത്രിക തള്ളിക്കഴിഞ്ഞാൽ അവരൊരു ഡമ്മി സ്ഥാനാർത്ഥിയെ വെച്ചേക്കും. ഇൻ കേസ് ഇയാളുടെ അത് പോയാൽ, എപ്പോഴും അങ്ങനെ തന്നെ ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടാവും. അപ്പൊ ഇയാളുടെ പത്രിക തള്ളിക്കളഞ്ഞപ്പോൾ ഡമ്മി സ്ഥാനാർത്ഥിയായ ആറ് വന്നു? തമിഴ് റൂട്ട്സ് ഉള്ള കറുപ്പയ്യ വന്നു. അപ്പം ആദ്യത്തെ മത്സരത്തിൽ ശ്രദ്ധിക്കണം, ആദ്യത്തെ മത്സരത്തിൽ റോസമ്മ പുന്നൂസിന്റെ എതിരാളി കോൺഗ്രസിൽ നിന്നും ആരാണ്? കറുപ്പയ്യയാണ്. കറുപ്പയ്യാണ് ഡമ്മി ആയിട്ട് ഇന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. അവസാനം അദ്ദേഹം മത്സരിക്കേണ്ടി വന്നു. അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. പിന്നീട് പത്രിക തള്ളിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കോടതി റദ്ദാക്കിയതിനാൽ മണ്ഡലത്തിൽ 13 മാസത്തിന് ശേഷം ഉപതിരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസിന്റെ പ്രചാരണത്തിനായി തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജ് വന്നു. ഈ കാമരാജും ഒക്കെ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നമ്മൾ പിന്നീട് 1960 കേസാണ് പറയുന്നത്, യൂണിയൻ മുസ്ലിമിനെ ആക്കണ്ട എന്നൊക്കെ പറയുന്നതിൽ കാമരാജ് ദേശീയ തലത്തിലുള്ള വലിയൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവ്. കാമരാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട് രാഷ്ട്രീയം വരുമ്പോൾ കാമരാജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. രസം എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് ബേസിക്കലി തമിഴ്നാട്ടിൽ വേരുകൾ വളരെ കുറവുള്ള ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊന്ന് ആലോചിച്ചോണം. അപ്പോൾ കാമരാജായിരുന്നു കോൺഗ്രസിന് വേണ്ടി വന്നത്. ഒരു സംസ്ഥാനത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മറ്റൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എത്തിയ സംഭവം ഇതാദ്യമായിരുന്നു. റോസമ്മ പുന്നൂസിന്റെ തിരഞ്ഞെടുപ്പ് സെക്രട്ടറി ആരായിരുന്നു? തിരഞ്ഞെടുപ്പ് സെക്രട്ടറി ആയിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി ആരായിരുന്നു? അത് VS അച്യുതാനന്ദനായിരുന്നു. മൂന്നാറിൽ ഷൂട്ടിങ്ങിനെത്തിയ MGRനെയും ഇടതുപക്ഷം ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഇളയരാജയുടെ സംഗീത കച്ചേരിയും പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ റോസമ്മ പുന്നൂസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു.